പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ്. നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അത് കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഇത് 240 എംഎല്ലിൻ്റെ കപ്പിൽ 2 കപ്പ് പൊടിച്ച അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇത് ശർക്കര, ഒരു 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊരു കട്ട കൂടുതലായാലും കുഴപ്പമില്ല. ഇതൊന്ന് ഉരുക്കിയിട്ട് വരാം കേട്ടോ. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയിട്ട് വരാം. ഇതിലേക്കുള്ള 2 ചെറിയ പഴം എടുത്തിട്ടുള്ളൂ. പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇത്രയ്ക്കുണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും പഴം കൂടെ അരച്ചിട്ട് വരാം. ഇത് ഇനി നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കണോട് കൂടിയിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഒന്ന് വാടി കിട്ടണം പൊടി, അതിന് വേണ്ടിയിട്ടാണ്. ഒഴിക്കലും മിക്സാക്കലും ഒരുമിച്ച് കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് വെന്ത് പോവും പെട്ടെന്ന് അങ്ങോട്ട് വാടിയിട്ടേ. ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. 2 പഴമാണ് എടുത്തേക്കുന്നത്. ചേർത്ത് കൊടുക്കാം. ആദ്യം പൊടി തന്നെ കലക്കി വയ്ക്കണം, എന്നിട്ടാണ് പഴം ചേർക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് മിക്സാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് വരില്ല. ഇത് പൊടി ഇരിക്കട്ടെ. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടാൻ മുന്നേ മറന്നു കേട്ടോ. നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കാം. എള്ളിട്ട് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കാം കേട്ടോ, വെക്കണമൊന്നുമില്ല. ഒറ്റ ഉണ്ണിയപ്പമല്ല കേട്ടോ, ഡബിൾ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഒറ്റ ഉണ്ടാക്കുന്നുണ്ട്, ഡബിൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സൈഡിലൊക്കെ തുടച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലൂസാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഒഴിച്ച ഓയിലൊക്കെ കൂടെ ചൂടായിട്ടുണ്ട്. ഇത് അപ്പോൾ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കിയ ബാക്കിയുള്ള ഓയിലാണ് കടയിലേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. കുറച്ച് ഉണ്ടാക്കണുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പം. ഓരോ കുഴിയിലും ഒഴിച്ചെടുക്കാം. കുറച്ചായിട്ട് വേണം. എന്നാൽ ചിലപ്പോഴേ ഉള്ളു വേവില്ല. കുറേ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ചൂടോടുകൂടി ഒഴിച്ച് കാരണം പെട്ടെന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയത് ചൂട് പാടില്ലാന്ന് മാത്രം എടുക്കാം. തന്നെ പൊന്തി വരും കേട്ടോ. കുറേ കാലത്തെ ചട്ടിയാണ്, അന്നേരം പൊന്തി വരും കണ്ടോ. ഇതൊക്കെ പൊന്തി കണ്ടോ എന്ത് ഭംഗിയാ നോക്ക്, പൊന്തി വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ ഇട്ടെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ചിങ്ങനെ ഒഴിക്കുമ്പോഴാണ് കണ്ട മുകളിലോട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. കൂടുതൽ ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് പൊറിച്ചിങ്ങോട്ട് വരും. മുറിഞ്ഞ് വരട്ടെ. അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ആയിട്ടുണ്ട്. എടുക്കാം കേട്ടോ. നാളേരം കൊത്തി വേണമെങ്കിൽ വറക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യണില്ല. തീ കുറച്ചിട്ടിട്ട് എടുക്കാം. നമുക്ക്
ഡബിൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഡബിൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറേ ഒഴിക്കണ്ട കേട്ടോ. 2-3 എണ്ണത്തിൽ ഒഴിച്ചാൽ മതി. പുറത്തേക്ക് തള്ളി വരുമ്പോഴേക്കും മറിച്ചിടാം കേട്ടോ. ഇതാണ് ഡബിൾ ഉണ്ണിയപ്പം. ഇത് പുറത്തേക്ക് തള്ളി വന്നിട്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതായിട്ടില്ല, ഒന്നുകൂടെ ആവട്ടെ. അപ്പോഴേ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാൻ മുന്നേ കറണ്ട് പോയിട്ടാ. അപ്പോൾ ബാക്കിയുള്ളത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ അത്. കണ്ടോ എന്തൊരു ഭംഗിയാ. പുറത്തേക്ക് വരികയും തള്ളിയൊന്നും വന്നിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതെടുക്കാം. അടിപൊളി ഉണ്ണിയപ്പായിട്ടുണ്ട്. വല്ലാണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, എണ്ണയുടെ അംശമൊന്നും ഇല്ലല്ലോ. കണ്ടോ, വല്ലാണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. കണ്ടോ എന്ത് സോഫ്റ്റ് ഉണ്ണിയപ്പാന്ന് നോക്ക്. സൂപ്പർ ഉണ്ണി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുക. അരി അരച്ചപ്പം തന്നെ ഉണ്ടാക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.